നമസ്കാരം. ഇൻട്രഡക്ഷൻ ടു എക്കണോമിക്സ് രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിഗ്രഷൻ അനാലിസിസിന്റെ ബേസിക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഓവർവ്യൂ, എന്തിനാണ് എക്കണോമെട്രിക്സ്, എന്താണ് എക്കണോമെട്രിക്സ്, അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. നമ്മൾ അതിന്റെ കുറച്ചുകൂടി ഒരു ഡെപ്തിലേക്ക് കിടക്കുകയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. റിഗ്രഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ എന്താണ് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് ദി ഡിപെൻഡൻസ് ഓഫ് വൺ വേരിയബിൾ, ദ ഡിപെൻഡന്റ് വേരിയബിൾ ഓൺ one or more other variables, the explanatory variables, with a view to estimating and or predicting the population mean or average value of the former in terms of the known or fixed values of the later. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, അതിലൊരു ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഒന്നിൽ കൂടുതൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ഓർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്. ഈ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ പഠിക്കാൻ നോക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ഒന്നുകിൽ എസ്റ്റിമേറ്റ് ചെയ്യാനോ, എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അളക്കാനോ, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനോ, ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാനോ. എന്തിന്റെ? ഈ ഡിപെൻഡന്റ് വേരിയബിളിന്റെ പോപ്പുലേഷൻ മീൻ ഓർ ആവറേജ്, ഇതിന്റെ ഒരു പോപ്പുലേഷൻ വാല്യൂ in terms of the known or fixed values of the later. എന്ന് വെച്ചാൽ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഈ നോൺ വാല്യൂസ് വെച്ചിട്ട് പോപ്പുലേഷൻ ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നാളെ ഒരു പീരീഡിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യും. പോപ്പുലേഷൻ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? ബിക്കോസ് എക്കണോമിക്സിൽ നമ്മൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ പല ഡാറ്റയും നമുക്കൊരു സാമ്പിൾ ഡാറ്റയാണ്. പലപ്പോഴും നമുക്ക് പോപ്പുലേഷൻ ഡാറ്റ കിട്ടാറില്ല. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നമ്മൾ ഈ പോപ്പുലേഷന്റെ ബിഹേവിയർ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പറ്റുകയാണ് നമ്മളിവിടെ നോക്കുന്നത്. നല്ലൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ NSSOയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. നിങ്ങൾ ആ ഡാറ്റ എടുത്ത് നോക്കിയാൽ അറിയാം, ഇന്ത്യ ഒട്ടാകെ ഏതാണ്ട് ഒരു 1,00,000 മുകളിലുള്ള ഹൗസ് ഹോൾഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയുണ്ട്? റഫ്ലി 135 crores, 135 കോടി. ഈ 135 കോടി ജനങ്ങളുടെ ഒരു കൺസംഷൻ ബിഹേവിയർ, അവരുടെ കൺസ്യൂം ചെയ്യുന്നതിന്റെ ഒരു രീതി നമ്മൾ പഠിക്കുന്ന ഈ 1,50,000 ഹൗസ് ഹോൾഡ്സിൽ നിന്നാണ്. നമുക്ക് ഈ ഒരു സാമ്പിൾ ഉണ്ട്. സാമ്പിൾ വെച്ച് പോപ്പുലേഷന്റെ ബിഹേവിയർ നമ്മൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അത് വെച്ച് പോളിസി ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഇനി ഒരു സാമ്പിൾ ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ സാമ്പിളിങ്ങിന്റെ അൺബയാസ്ഡ് സർവേ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലെ കാര്യമാണ്. നമ്മൾ ഇവിടെ ഒരു അൺബയാസ്ഡ് സാമ്പിൾ ഡാറ്റ നമുക്കുണ്ട്. ആ ഡാറ്റ വെച്ച് നമ്മൾ പോപ്പുലേഷൻ ബിഹേവിയർ പഠിക്കാൻ പറ്റുമോ എന്നാണ് നമ്മളുടെ ശ്രമം. സാമ്പിളിങ്ങിന്റെ എന്താണ് പറയുന്നത്, ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് റെഫർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതാണ് നമ്മളൊരു ഒരു ഒബ്ജക്റ്റീവ്. ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് ഉണ്ട് നമുക്ക്. അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ബിഹേവിയർ നമ്മൾ പഠിച്ച് അതിന്റെ ഒരു എന്താണ് പറയുക, പ്രഡിക്റ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് ഇത് വെച്ച് നമുക്ക് പോപ്പുലേഷനെ പറ്റിയിട്ട് എന്ത് പറയാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ഇതുണ്ട്, ഗാൽട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാല് ഈ അച്ഛന്മാരുടെ പൊക്കം കിട്ടിയാൽ മക്കളുടെ പൊക്കം എങ്ങനെ വേരി ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. ഇതൊരു വളരെ ഫെമിലിയർ ആയ എക്സാമ്പിൾ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുക? ഇവിടെ മക്കളുടെ ഹൈറ്റ് മാറുന്നു വിത്ത് റെസ്പെക്ട് ടു അച്ഛന്മാരുടെ ഹൈറ്റ്. അപ്പൊ ഏതാണ് ഡിപെൻഡന്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ? ലെറ്റ് us see. ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് മക്കളുടെ ഹൈറ്റ് ആണ്. അത് വൈ ആക്സിസിലാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും, ഇതാണ് ഫാദേഴ്സ് ഹൈറ്റ്. ഈ 60 ഇതിലുള്ളതിൽ വന്നിരിക്കുന്ന മക്കളുടെ ഹൈറ്റ് ഏതൊക്കെയാണ്? 60, 65 ഇഞ്ചസ്, 70 ഇഞ്ച്, 75 ഇഞ്ച്. ഒരു മീൻ വാല്യൂ, നമ്മൾ ഓരോ സെറ്റിലെയും മീൻ വാല്യൂ എടുത്ത് ഒരു റിഗ്രഷൻ ലൈൻ വരച്ചിരിക്കുന്നു. ഓക്കെ,
ഇവിടെ എന്താണ് പറയുന്നത്? രണ്ടാമത്തേത് ഇത്. ഈ ഒരു ഗ്രാഫ് നോക്കൂ. ഇതുപോലെ തന്നെ വേറൊരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടികളുടെ ഏജും അതിനനുസരിച്ചുള്ള ഹൈറ്റും, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടുത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡേറ്റയാണ്. ഇവിടെ ഇതെന്ന് പറയുന്നത് മീൻ വാല്യൂ ആണ്. ഇതൊരു എക്സാമ്പിൾ. അടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ കണക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മണി വേജസ് ഇൻ റിലേഷൻ ടു ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. എന്താണിത്? ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവ് നമ്മൾ മണി വേജസിന്റെ വ്യത്യാസത്തിനനുസരിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് റേറ്റും തമ്മിലുള്ള ബന്ധമാണ് വിളിക്കുന്നത്. ഈ ഫിലിപ്സ് കർവ് ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്താണ് ഉപകാരം? ഒരു ഗിവൺ അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ എന്തോരം ഇൻഫ്ലേഷൻ ഉണ്ടാവും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. സോ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എക്കോണമിയിലും നാച്ചുറൽ സയൻസസിലും സോഷ്യൽ സയൻസസിലും എല്ലായിടത്തും ഒബ്സർവ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു പിക്ചർ കിട്ടും. ചിലപ്പോഴൊക്കെ അടുത്ത പീരീഡിൽ എന്താണ് നടക്കുക എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റിഗ്രഷൻ ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫിലിപ്സ് കർവിന്റെ ഗ്രാഫ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഈ റിലേഷൻഷിപ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്സ്, രണ്ട് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുള്ള വേരിയബിൾസ് റാൻഡം അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്ന് വെച്ചാൽ ഈ വേരിയബിൾസിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വേരിയബിൾസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ വേരിയബിൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എടുക്കാൻ ഇന്ന പ്രോബബിലിറ്റി കാണും, വേറൊരു പർട്ടിക്കുലർ വാല്യൂ എടുക്കാൻ ഇന്ന പ്രോബബിലിറ്റി കാണും. ഈ വേരിയബിൾസ് ചിലപ്പോൾ പല ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. ചിലപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സിമെട്രിക്കൽ അറൌണ്ട് ദ മീൻ. പിന്നെ എന്താണ് പറയുക, സ്ക്യൂനെസ് ഇല്ല, കർട്ടോസിസ് ഇല്ല, എന്നുവെച്ചാൽ ഫാറ്റ് ടൈൽസ് ഇല്ല, ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ ശരിയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ട് മാത്രം ഡിഫൈൻ ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് മൊമെന്റ്സ്. ഇതുപോലെ തന്നെ ചില വേരിയബിൾസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. അപ്പൊ എന്താണ്? സ്ക്യൂനെസ് ഉണ്ട്. ടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. അപ്പോൾ എന്താണ്? ഫാറ്റ് ടൈലുള്ള ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. അപ്പോഴും എന്താണ് പറയുക, കർട്ടോസിസ് എന്ന് പറയുന്നത് 0 ആവില്ല. ഇതെല്ലാം ഓരോ റാൻഡം വേരിയബിൾസിന് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് ഡിപ്പെൻഡൻസിയിൽ ഈ വേരിയബിൾസ് റാൻഡം അല്ല, സ്റ്റോക്കാസ്റ്റിക്. എന്ന് വെച്ചാൽ അത് വളരെ ഡിറ്റർമിൻ, നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, എറർ പോലും ഇല്ലാതെ പറയാൻ പറ്റും. നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ക്രോപ്പ് ഈൽഡ്. സപ്പോസ് നമ്മുടെ അരിയുടെ വിളവ്. ഈ അരിയുടെ വിളവ് ഒരു ഏക്കർ കണ്ടത്തിൽ നിന്ന് നമുക്ക് അരി എന്തുമാത്രം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, നാട്ടിലെ ടെമ്പറേച്ചർ എത്രയുണ്ട്, റെയിൻഫോൾ, മഴയുടെ അളവ്, സൺഷൈൻ, പിന്നെ ഇടുന്ന വളം, ഇതെല്ലാം ഈ അരിയുടെ വിളവിനെ ബാധിക്കും. പക്ഷെ കൃത്യമായിട്ട് എന്തുമാത്രം എന്ന് പറയാൻ പറ്റൂ? ഇതൊന്നും അല്ലാതെ വേറെ പല ഇതും കാണും. ഇതെല്ലാം ഈ വിളവിനെ ബാധിക്കും, പക്ഷെ ഇതല്ലാതെ വേറെ കുറേ ഇതുമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സാക്ട് റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വേറെ കുറെ സാധനങ്ങൾ. പക്ഷെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫിനോമിനൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി പോലുള്ള ഫിനോമിനൽസ് ആണ്. ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റി എന്താണ്? രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് Gm1m2/r². G എന്ന് വെച്ചാൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, m1 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യ വസ്തുവിന്റെ മാസം, m2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വസ്തുവിന്റെ മാസം, r² എന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇതൊരു എക്സാക്ട് റിലേഷൻഷിപ്പ് ആണ്. ഈ രണ്ട് വസ്തുവും തമ്മിലുള്ള എന്താണ് പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്ര ഇത് മതി. രണ്ടിന്റെ മാസം അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് എനിക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ക്രോപ്പ് ഈൽഡ് എന്തുമാത്രം കൂടുന്നു നമുക്ക് ഈ 4 വേരിയബിൾസ് മാത്രം വെച്ച് കൃത്യമായി പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ പറയാൻ പറ്റും. സോ ക്രോപ്പ് ഈൽഡിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ
അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ്. ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇതെന്ന് പറയുമ്പോൾ പ്യുവർ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്. എക്കണോമിക്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് പഠിക്കുക. ഇനി വേറൊന്ന് നമ്മളിപ്പോഴും കണ്ടത് എന്താണ്? റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളിന് വേറൊരു വേരിയബിളിന് ഡിപ്പെൻഡൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഡസ് നോട്ട് നെസസറിലി ഇംപ്ലൈ കോസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നു എന്ന് ഇത് ഒന്ന് മറ്റൊന്നിനെ ഒന്ന് കാരണമാണ് മറ്റൊന്ന് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ എക്സാമ്പിൾ പറയാം. ക്രോപ്പിയലിന്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. എന്ന് വെച്ചാൽ ദർ ഈസ് നോ സ്റ്റാറ്റിസ്റ്റിക്കൽ റീസൺ. എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റീസൺ എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് വെച്ച് പറയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്യലുണ്ട് 5% സിഗ്നിഫിക്കൻസ്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ. നോ സ്റ്റാറ്റിസ്റ്റിക്കൽ റീസൺ ടു അസ്യൂം ദാറ്റ് റെയിൻഫോൾ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ക്രോപ്പ് യീൽഡ്. പ്രശ്നം പിടികിട്ടി. ഇവിടെ എന്ന് വെച്ചാൽ റെയിൻഫോൾ ക്രോപ്പ് യീൽഡിനെ ഡിപ്പെൻഡന്റ് ചെയ്യുന്നതാണ്. ചില മഴ പെയ്യുന്നത് വിളവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കാതിരിക്കാൻ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ക്രോപ്പ് യീൽഡ് റെയിൻഫോളിൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയതുകൊണ്ടല്ല, അത് വെറും കോമൺ സെൻസ് ആണ്. മഴ പെയ്താൽ നല്ല വിളവ് വരുമെന്ന് നമുക്കറിയാം. നല്ല വിളവ് വന്നാൽ മഴ പെയ്യില്ല എന്നുള്ള കോമൺ സെൻസ് ആണ്. ഈ ഒരു ബന്ധം നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ cannot logically imply causation. കോസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനു മുമ്പുള്ള വേറെ പല കാര്യങ്ങളും നോക്കണം. അപ്രയറി ഇതിനു മുമ്പ് നടക്കുന്ന അല്ലെങ്കിൽ തിയററ്റിക്കൽ കൺസിഡറേഷൻ നോക്കേണ്ടി വരും. റിഗ്രഷനും കോസേഷനും രണ്ടാണ്. കോസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു. പക്ഷെ ഇത് രണ്ടാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തത് റിഗ്രഷൻ വേഴ്സസ് കോറിലേഷൻ. നമുക്ക് എല്ലാവർക്കും കോറിലേഷൻ എന്താണ് എന്നറിയാം. കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് അസോസിയേഷൻ, ഒരു ലീനിയർ അസോസിയേഷൻ ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ശക്തി, സ്ട്രെങ്ത്, അതാണ് കോറിലേഷൻ കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. റിഗ്രഷനിൽ എന്താണ് നോക്കുന്നത്? നമ്മൾ ഒരു വേരിയബിളിന്റെ ആവറേജ് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു ബേസ്ഡ് ഓൺ ദ ഫിക്സഡ് വാല്യൂ ഓഫ് വാല്യൂ. മറ്റ് വേരിയബിൾസ് വെച്ച് ഒരു വേരിയബിളിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കിത് ഈ രണ്ട് ഡെഫിനിഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. റിഗ്രഷനിൽ എന്ന് വെച്ചാൽ അവിടെ ഒരു അസിമെട്രി ഉണ്ട്. എങ്ങനെയാണ് അസിമെട്രി വരിക? ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഉണ്ട്. പക്ഷെ കോറിലേഷനിൽ സിമെട്രി ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇല്ല. സപ്പോസ് എന്താണ് പറയുക, നമ്മുടെ മണി സപ്ലൈ, ഇൻഫ്ലേഷനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഓക്കെ, ഇൻഫ്ലേഷനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇത് തമ്മിലുള്ള കോറിലേഷൻ, അതിപ്പോ ഇൻഫ്ലേഷനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ തമ്മിലുള്ള കോറിലേഷൻ മെഷർ ചെയ്താലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ തമ്മിലുള്ള കോറിലേഷൻ മെഷർ നമുക്ക് ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുക. രണ്ട് വേരിയബിൾസ് നമ്മൾ റാൻഡം ആയിട്ട് ഉദ്ദേശിക്കുന്നു. പക്ഷെ റിഗ്രഷനിൽ അങ്ങനല്ല. നമ്മൾ ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇൻഫ്ലേഷൻ ആണോ ഡിപ്പെൻഡന്റ് വേരിയബിൾ, അതോ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണോ ഡിപ്പെൻഡന്റ് വേരിയബിൾ, നമ്മളത് എന്താണ് പറയുക, ആദ്യമേ അത് എസ്റ്റാബ്ലിഷ് ചെയ്താലേ പറ്റൂ. പോരാത്തതിന് റിഗ്രഷനിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ സ്റ്റോക്കാസ്റ്റിക് ആണ്, പക്ഷെ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഫിക്സഡ് അല്ലെങ്കിൽ നോൺ സ്റ്റോക്കാസ്റ്റിക് ആണ്. സോ റിഗ്രഷനും കോറിലേഷനും രണ്ടാണ്. നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ടെർമിനോളജി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാലും മതി. ഡിപ്പെൻഡന്റ് വേരിയബിൾസിന് കുറെ പേരുകളുണ്ട്. എക്സ്പ്ലെയിൻ വേരിയബിൾ, പ്രിഡിക്റ്റ് ആൻഡ്, റിഗ്രസ് ആൻഡ്, റെസ്പോൺസ് വേരിയബിൾ, എൻഡോജനസ് വേരിയബിൾ, ഔട്ട്കം വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ. ലിറ്ററേച്ചറിൽ നിങ്ങൾ ഈ വാക്കുകളെല്ലാം കാണും. അതായത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസിന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പ്രെഡിക്റ്റർ, റിഗ്രസർ, സ്റ്റിമുലസ്, എക്സോജനസ്, കോവേരിയറ്റ്, കൺട്രോൾ വേരിയബിൾ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉപയോഗിക്കും. കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല.
ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാലും മതി. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, നമ്മൾ ഇവിടെ എന്താണ് പറയുക, മിക്കവാറും ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ റിഗ്രസാൻഡ് ആൻഡ് റിഗ്രസർ. പിന്നെ റാൻഡം എന്ന് പറഞ്ഞ വാക്കും സ്റ്റോക്കാസ്റ്റിക് എന്ന് പറഞ്ഞ വാക്കും മാറി മാറി ഉപയോഗിക്കും. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, അതും ഓർത്തു വെക്കുക. ഒരു കുറച്ചുകൂടെ ഫോർമൽ ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു വേരിയബിളിന് ക്യാൻ ടേക്ക് എനി സെറ്റ്സ് ഓഫ് വാല്യൂ, ഏത് വാല്യൂ എടുക്കാം, പോസിറ്റീവ് ഓർ നെഗറ്റീവ് വിത്ത് എ ഗിവൺ പ്രോബബിലിറ്റി. നേരത്തെ പറഞ്ഞാൽ ഒരു വാല്യൂ എടുക്കാൻ പർട്ടിക്കുലർ പ്രോബബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ് ആയിട്ട് റിഗ്രഷൻ ടേംസ് കണ്ടു, കോറിലേഷൻ റിഗ്രഷൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കാര്യത്തിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ. നമ്മളിതൊരു ഡേറ്റയിലല്ലേ ചെയ്യുക. ഡേറ്റ പല വിധമുണ്ട്. ഇവിടെ നമ്മൾ ഡേറ്റ എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ ഡേറ്റ മാത്രമാണ് കേട്ടോ പറയുന്നത്. ടെക്സ്റ്റ് ഡേറ്റ, സോഷ്യൽ മീഡിയ ഡേറ്റ, അങ്ങനെ വേറെ പല ഡേറ്റ ഉണ്ട്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നമ്പേഴ്സ് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തേതെന്ന് വെച്ചാൽ ഒരു ടൈം സീരീസ് ഡേറ്റ. ടൈം സീരീസ് ഡേറ്റ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. Time series is a set of observation on the values that a variable takes at different times. It is collected at regular intervals such as daily, weekly, monthly, quarterly, annually, and so on. എന്ന് വെച്ചാൽ ഒരു വേരിയബിൾസിന്റെ പല ടൈമിൽ എടുക്കുന്ന മെഷർമെന്റ്, അതിന്റെ ഒരു കളക്ഷൻ ആണ് ടൈം സീരീസ്. ഇത് റെഗുലർ ടൈം ഇന്റർവൽസിലാണ് സാധാരണ കളക്ട് ചെയ്യുക. ഇറഗുലർ ടൈം സീരീസും ഉണ്ട്, പക്ഷെ നമ്മൾ റെഗുലർ ടൈം സീരീസിനാണ് ഡീൽ ചെയ്യുക. Most of the empirical works time series data we assume that underlying time series is stationary. എന്ന് വെച്ചാൽ ഒരു ടൈം സീരീസ് സ്റ്റേഷനാരിറ്റി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. എന്നാലും ചെറിയൊരു ഇത് നമുക്ക് ഇവിടെ പറയാം. എന്താന്ന് വെച്ചാൽ ഈ ടൈം സീരീസിന്റെ മീനും വേരിയൻസും ഒരു സമയത്തിനനുസരിച്ച് സിസ്റ്റമാറ്റിക്കലി മൂവ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പൊ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാലും മതി സ്റ്റേഷനാരിറ്റി എന്നുള്ളതിനെ പറ്റി. അപ്പൊ ടൈപ്പ് ഓഫ് ഡാറ്റ ആദ്യത്തേതാണ് ടൈം സീരീസ്. ഇതൊരു എക്സാമ്പിൾ ആണ്. US മണി സപ്ലൈ മന്ത്ലി ഡാറ്റ ആണ്. 1999 ആദ്യ ജാനുവരി തൊട്ട് 99 9 മാസം വരെയുള്ളത്. ഒരേ വേരിയബിൾ പല പോയിന്റിൽ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നു. അടുത്തത് ക്രോസ് സെക്ഷൻ ഡാറ്റ. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് വെച്ചാൽ ഡാറ്റ ആവും വൺ ഓർ മോർ വേരിയബിൾസ് കളക്ടഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇൻ ടൈം. എന്ന് വെച്ചാൽ പല വേരിയബിൾസ് ഉണ്ട്, പക്ഷെ ഇതിന്റെ എല്ലാം ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ NSSOയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നേരത്തെ പറഞ്ഞാൽ ഒരു 1 ലക്ഷം 1 ലക്ഷം മേളിലുള്ള ഹൗസ് ഹോൾഡ്സിന് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, പക്ഷെ ഇതെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ഒറ്റ പോയിന്റാണ്, ഒരു പർട്ടിക്കുലർ വർഷമാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ ടൈം ഇല്ല. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു നമ്പർ ഓഫ് വേരിയബിൾസിനെ കണക്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ നമ്മുടെ സെൻസസ് ഡാറ്റ. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്തിലെ മുഴുവൻ ഹൗസ് ഹോൾഡ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ക്രോസ് സെക്ഷൻ ഡാറ്റ എന്ന് പറയുന്നത് അതിന് കുറെ പ്രശ്നമുണ്ട്. ഹെട്രോജനിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പിന്നീട് നോക്കാം, ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അടുത്തത് എന്ന് പറയുമ്പോൾ പൂൾ ഡാറ്റ. പൂൾ ഡാറ്റ എന്ന് പറയുമ്പോൾ ടൈം സീരീസും ക്രോസ് സെക്ഷനോട് ചേർന്നാണ് പൂൾ ഡാറ്റ. എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടില്ല. പൂൾ ഡാറ്റയുടെ ഒരു പ്രത്യേക ഇതാണ് പാനൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് സർവേഡ് ഓവർ ടൈം. പല സമയത്തൂടെ നമ്മൾ ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരു 10 കമ്പനി ഉണ്ട്, അല്ല 10 കമ്പനിയുടെ 5 വർഷത്തെ ഡാറ്റ നമ്മൾ അവരുടെ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്പനി 1 വർഷം 1, 2, 3, 4, 5 ഈ 5 വർഷത്തെ പ്രോഫിറ്റ്. കമ്പനി 2 വർഷം 1, 2, 3, 4, 5 പ്രോഫിറ്റ്. കമ്പനി 3 വർഷം 1, 2, 3, 4, 5 പ്രോഫിറ്റ്. ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ് പാനൽ ഡാറ്റ. സോ ഈ 3 ടൈപ്പ് ഡാറ്റ ടൈം സീരീസ്, ഒരു വേരിയബിൾ, ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം, ക്രോസ് സെക്ഷൻ, ഡിഫറെന്റ് വേരിയബിൾസ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഓഫ് ടൈം. പാനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ സെയിം ക്രോസ് സെക്ഷണൽ യൂണിറ്റ് ദാറ്റ് ഈസ് സർവേഡ് ഓവർ ടൈം. ഇതാണ് പല ഡാറ്റകൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ നമ്മൾ മിക്കവാറും കാണുക ടൈം സീരീസ് ഡാറ്റ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഡാറ്റ. പാനൽ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കഷനിൽ വരാൻ പോകും.
പാനൽ ഡാറ്റ എക്കണോമെട്രിക്സ് വേറെയാണ്. അതുകൊണ്ട് അടുത്തത് എന്ന് പറയുമ്പോൾ മെഷർമെന്റ് ഓഫ് സ്കെയിൽസ് ആണ്. നമ്മൾ ഈ വേരിയബിൾസിനെ പറ്റി പറഞ്ഞു. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുക? പല വേരിയബിൾസ് പല രീതിയിൽ മെഷർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കത് നോക്കണം. എന്തിനാന്ന് വെച്ചാൽ ചില ടൈപ്സ് ഓഫ് മെഷർമെന്റ്സിനനുസരിച്ച് നമ്മൾ റിഗ്രഷൻ മോഡൽസ് മാറ്റേണ്ടി വരും. മൊത്തത്തിലുള്ള ഈ മെഷർമെന്റ് സ്കെയിൽ നമുക്ക് 4 ആയിട്ട് തിരിക്കാം: റേഷ്യോ, ഇന്റർവൽ, ഓർഡിനൽ ആൻഡ് നോർമൽ. റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ് പറയുക? ഒരു വേരിയബിളിന് 2 വാല്യൂ എടുക്കാം, x1 ആൻഡ് x2. അത് നമ്മളുടെ റേഷ്യോ ആണ് x1 by x2. Given that x1 is x2 is less than or equal to x1 or x2 is greater than or equal to x1. ഈ ഒരു രീതിയിൽ വരുന്ന ഒരു ഇതിനാണ് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. ഇന്റർവൽ സ്കെയിൽ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പീരിയഡ്സ്. നമ്മളൊരു 995 തൊട്ട് 2000 വരെയുള്ള പീരിയഡ്, ആ ഒരു ഗ്യാപ്പിലുള്ള ഇതാണ് നമ്മുടെ സ്കെയിൽ ഓഫ് മെഷർമെന്റ്. 5 വർഷത്തിലൊരിക്കൽ എന്ത് സംഭവിക്കും മെഷർ ചെയ്യുന്നുണ്ട്, അതാണ് ഇന്റർവൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മുടെ CGPA ഗ്രേഡിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻകം ക്ലാസ്, അപ്പർ, മിഡിൽ, ലോവർ. ഇതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഒരു ഓർഡറിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഡിസ്റ്റൻസ് തമ്മിലുള്ള കാറ്റഗറീസ് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടി, ഓക്കെ, B ഗ്രേഡ് കിട്ടി, C ഗ്രേഡ് കിട്ടി, അതൊരു ഓർഡറിങ് ആണ്. അതിന്റെ അപ്പുറത്ത് നമുക്ക് പോകാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ക്ലാസ്സസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, ഇൻകത്തിന്റെ. അവസാനമായിട്ടുള്ള നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും റേഷ്യോ, ഇന്റർവൽ, ഓർഡിനൽ സ്കെയിലിൽ ഇടാൻ പറ്റാത്ത എറേഴ്സ് എന്ന് വെച്ചാൽ ജെൻഡർ, മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അങ്ങനെയുള്ള സ്കെയിൽസ്. മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ, മാരീഡ്, ഡൈവോഴ്സ്, സെപ്പറേറ്റഡ്, വാട്ടെവർ, ഇങ്ങനെയുള്ള ഇതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുക. ഈ നോമിനൽ സ്കെയിലുള്ള എക്കണോമെട്രിക് മെത്തേഡ്സ് റേഷ്യോ സ്കെയിലിൽ നമുക്ക് ചിലവ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ നമ്മൾ ഡാറ്റ കാണുമ്പോൾ ഇത് ഏത് ടൈപ്പ് ഡാറ്റയാണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം മോഡലിംഗിലേക്ക് കയറുന്നതിന് മുമ്പ്. അല്ല എങ്കിൽ നമ്മൾ തെറ്റായ ചിലപ്പോൾ മോഡലിംഗ് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല, കിട്ടിയ റിസൾട്ട് തെറ്റാവും. അതൊക്കെ നമ്മുടെ മോഡലിംഗ് സൈഡിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഒരു അനാലിസിസിലേക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മോഡലിംഗ് റിസൾട്ട് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്താണെന്നുള്ളതിലേക്ക് കിടക്കും. പോപ്പുലേഷൻ റിഗ്രഷൻ, സാമ്പിൾ റിഗ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കും. സോ ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.